ആരോപണങ്ങൾ, അതായത് ദേശവിരുദ്ധ ശക്തികൾ, രാജ്യവിരുദ്ധ ശക്തികൾ ഈ സമരം ഹൈജാക്ക് ചെയ്യാനുള്ള ശ്രമം ഉണ്ടായി, അതിനെ തടയുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത്, അല്ലാണ്ട് കീഴടങ്ങലല്ല എന്നാണ് BJPയുടെ വാദം. പക്ഷേ നേരത്തെ ഗവൺമെന്റ് ചീഫ് വിപ്പ് ശ്രീ അപ്പു ജോൺ ജോസഫ് ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയമുണ്ട്. അതായത് വൈദികരെ ഉൾപ്പെടെ കത്തോലിക്ക ക്രൈസ്തവ സഭകളിലെ പുരോഹിതരടക്കം ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് അത് FCRA വിരുദ്ധ സമരമാണ്, ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടു. മാത്രമല്ല അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമുക്കറിയാം, ചില ഒറ്റപ്പെട്ട ചില പ്രതികരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ചിലരൊക്കെ ഒരുപക്ഷെ അവിടെ കടന്നു കൂടിയിട്ടുണ്ടാകാം. പക്ഷെ അവിടെ ഈ CJPയുടെ സമരത്തെ അങ്ങനെ ദേശവിരുദ്ധ സമരമായി നിസ്സാരവൽക്കരിക്കാൻ കഴിയുമോ? ഒരുപക്ഷെ അവർ തന്നെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്, തുടക്കമാണ്, വരും ദിവസങ്ങളിൽ വീണ്ടും ഞങ്ങളുടെ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുമെന്ന്. BJP ഭയക്കേണ്ട ഒരു സാഹചര്യമില്ലേ? അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെതിരെ വീണ്ടും ഒരു പ്രക്ഷോഭം അവർ ആളിക്കത്തിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നില്ലേ? ഇവിടെ ഞാൻ ആദ്യഘട്ടത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രമാണ് ആമുഖമായി സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ 4-5 പേര് ഒരേ അഭിപ്രായമുള്ളവരും ഞാൻ നിങ്ങളെ അഭിപ്രായത്തെ യഥാർത്ഥ അഭിപ്രായം പറയാൻ യഥാർത്ഥ അഭിപ്രായം പറയാൻ BJP നിയോഗിച്ച ആളുമാണ്. അതുകൊണ്ട് എന്റെ അഭിപ്രായം പറയാൻ സമയം നിങ്ങൾ സാവകാശം തരാൻ താല്പര്യമുണ്ടെങ്കിൽ തരുന്നത് വരെ ഞാൻ സംസാരിക്കാം. അപ്പോൾ കുറെ കാര്യങ്ങൾ, അവതാരങ്ങൾ ഉൾപ്പെടെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ചോദ്യങ്ങളായിട്ടും അഭിപ്രായങ്ങളായിട്ടും വിമർശനങ്ങളായിട്ടും ഒക്കെ വെച്ചു. ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കാനുള്ളത്, വിദ്യാർത്ഥികളുടെ ഭയങ്ങളുടെ ഈ പ്രക്ഷോഭത്തെ, സമരത്തെ എന്തിന് BJP ഭയക്കണം? എന്തിന് കേന്ദ്ര സർക്കാർ ഭയക്കണം? അങ്ങനെ ഭയക്കണമായിരുന്നെങ്കിൽ ഏത് രീതിയിലാണ് ഭയം വരേണ്ട സാഹചര്യം? എന്ത് കാര്യത്തിലാണ്? ഞങ്ങൾക്ക് മടിയിൽ കനമില്ല. അവതാരകർ മനസ്സിലാക്കേണ്ട, സഹ പാനലിസ്റ്റുകൾ മനസ്സിലാക്കണം, ഞങ്ങൾക്ക് മടിയിൽ കനമില്ല. അതുകൊണ്ട് തന്നെ ഒരു ഭയവും ഒരു കാര്യത്തിലും ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമില്ല. ഒന്നാമത്തെ കാര്യം. 2, ഇവിടെ അവതാരകൻ പുട്ടിന് പീരയിടുന്നത് പോലെ 2 പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇടയ്ക്ക് കയറി പറഞ്ഞു. അത് എന്റെ ഇടയ്ക്കല്ല, നേരത്തെ പറഞ്ഞപ്പോ. ഒന്ന്, ജൻസി സമരത്തെ BJP നിസ്സാരവൽക്കരിച്ചോ എന്നാണ് ചോദ്യം. നിസ്സാരവൽക്കരിച്ചില്ല എന്ന് മാത്രമല്ല, ജൻസി വിഭാഗത്തിൽപ്പെട്ട യുവാക്കൾ, ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ നടത്തിയ സമരത്തോട് അനുഭാവപൂർണമായിട്ടാണ് ഇടപെട്ടത് എന്നുള്ളത് ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻജിയുടെ രാജിയോടുകൂടി തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇവിടെ സമരം നടത്തി രാഷ്ട്രീയത്തിൽ നേതാവായി രാഷ്ട്രീയ ചുമതലയിലൊക്കെ വന്ന ആളുകൾ കൃത്യമായിട്ട് അറിയാം. ഒരു സമരം നടത്തുമ്പോൾ ഓരോ സർക്കാരിന്റെയും നയമല്ല പോലീസ് നടപ്പാക്കുന്നത്. പോലീസും അർദ്ധ സൈനിക വിഭാഗങ്ങളും നടപ്പാക്കുന്നത് അവരുടെ പ്രോട്ടോകോളാണ്. ഓരോ സമരത്തിനും ഓരോ പ്രോട്ടോകോൾ ഉണ്ട്, ഓരോ സ്ട്രാറ്റജി ഉണ്ട്. ആ സമരത്തിന്റെ അതിന്റെ ഒരു മൂവ്മെന്റ് അനുസരിച്ച്, സമരത്തിന്റെ പോക്കനുസരിച്ച്, സമരത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഗിയർ മാറുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഓരോ കാലഘട്ടത്തിലും ഓരോന്ന് ഉപയോഗിക്കും. ഇവിടെ നിങ്ങൾ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കട്ടെ. കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പാണ് ശബരിമല വിഷയത്തിൽ കേരളത്തിലെ യുവമോർച്ച തീരുമാനിച്ചു, ശബരിമല വിഷയത്തിൽ കോൺഗ്രസിനെതിരെ, ആ ഘട്ടത്തിൽ CPM-നെതിരെ മാത്രമാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തുകൊണ്ടിരുന്നത്. അതിലെ കുറ്റാരോപിതരായിട്ടുള്ള ആളുകൾക്കൊപ്പം നിൽക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ, സോണിയാഗാന്ധി അടക്കമുള്ള ആളുകളും അതിനകത്തുണ്ട് എന്നത് ഒരു വലിയ വിഷയമായി ഏറ്റെടുത്തുകൊണ്ട് ഡൽഹിയിൽ യുവമോർച്ച സമരം നടത്തി. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്, യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഞങ്ങളെ പോലീസ് ഡൽഹി പോലീസ്, ഞങ്ങളുടെ BJP സർക്കാർ നിലവിലുള്ള ഡൽഹി പോലീസ് തെരുവിലൂടെ വലിച്ചിഴച്ചാണ് കൊണ്ടുപോയത്. ഞങ്ങളെ ലാത്തി കൊണ്ട് മർദ്ദിച്ചാണ് കൊണ്ടുപോയത്. അപ്പോൾ സമരത്തിൽ പോലീസ് ഇടപെടുന്നതും അർദ്ധസൈനിക വിഭാഗങ്ങൾ ഇടപെടുന്നതും ആ സമരത്തിന്റെ കാഠിന്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. അത് അവരുടെ ഉത്തരവാദിത്തമാണ്, ചുമതലയാണ്. അത് BJP സമരം ചെയ്താലും, യുവമോർച്ച സമരം ചെയ്താലും, യൂത്ത് കോൺഗ്രസോ CJPയോ അതിന് SFI സമരം ചെയ്താലും ആ രീതിയിലായിരിക്കും. അതിനെ നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവിടെ മുഖ്യധാര രാഷ്ട്രീയ കക്ഷികളോട് വിശ്വാസം നഷ്ടപ്പെട്ടോ യുവാക്കൾക്ക്, ജൻസികൾക്ക് എന്ന് അവർ അവതാരകൻ ചോദിച്ചു. അങ്ങനെ ചോദിക്കാൻ വേണ്ടി പാടുണ്ടോ? നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് നമ്മുടെ ഒരു 4 പ്രധാനപ്പെട്ട ജനാധിപത്യ തൂണുകളിൽ പ്രധാനപ്പെട്ടതല്ലേ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഫെഡറൽ സംവിധാനങ്ങളൊക്കെ? അപ്പോ അതിനെ നിങ്ങൾ അതിനെ ഒരു തെരുവിലിങ്ങ് വിചാരണ ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കുന്ന, അതെല്ലാം മോശമാണെന്ന് സാമാന്യവൽക്കരിക്കുന്ന രീതി ശരിയല്ല. അത് ഒന്നാമത്തെ. മറ്റൊരു കാര്യം, അതുപോലെ തന്നെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ ഇവിടെ BJPയോ കേന്ദ്ര സർക്കാരോ ഒരു ഘട്ടത്തിലും ഈ ചെറുപ്പത്തൊക്കെ രാജ്യത്തിന്റെ യുവതയെ അവര് വർഗീയവാദികളാണെന്നും ഭീകരവാദികളാണെന്നും ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. ഈ നിമിഷവും നാളെ അഭിപ്രായമില്ല. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അഞ്ജലി ഭരദ്വാജ്, ഷബാന ആസ്മി, സൗരവ് ദാസ് അടക്കമുള്ള ആളുകൾ
ഇങ്ങനെ കുറച്ച് പേരുകൾ അതിനകത്ത് എൻ്റെ നേതാക്കന്മാരായും സമരത്തിന്റെ ഭാഗമായും നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. എന്താ അവരുടെയൊക്കെ ഒരു കോമൺ ഇൻട്രസ്റ്റും പ്രത്യേകതകളൊന്നും അവതാരകനും എന്റെ സഹ പാനലിസ്റ്റുകളും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനതകളൊന്നും മനസ്സിലാക്കണം. ഇവരുടെ എല്ലാം ഒരു കോമൺ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ എന്താ പൊതു സ്വഭാവം എന്ന് പറയുന്നത്, ഇവരെല്ലാം ഈ പറയുന്ന ഫോറിൻ ഫണ്ട് കളക്ട് ചെയ്യുന്ന ആളുകളാണ്. ഇവരെല്ലാം FCRA അമെൻമെന്റ് ബില്ല് വന്നാൽ രാജ്യത്തിന് പുറത്തു നിന്ന് ഇവരുടെ NGOകളിലേക്ക് ഫണ്ട് സോഴ്സ് ചെയ്യുന്ന, ഫണ്ട് ഒഴുകുന്ന പ്രക്രിയ നഷ്ടപ്പെട്ടു പോയ ആളുകളാണ്. അപ്പോ ഇവരുടെ താല്പര്യങ്ങൾ വിദേശ ഫണ്ടിംഗ് സംവിധാനങ്ങളുടെ, വിദേശ നുഴഞ്ഞുകയറ്റക്കാരുടെ ടൂളുകളായി പ്രവർത്തിക്കുന്ന ചില NGO നേതാക്കന്മാർ ഈ സമരത്തിനകത്ത് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് എന്റെ അഭിപ്രായമല്ല, BJPയുടെ അഭിപ്രായമല്ല. അതൊരു തെളിവാണ്, അത് നിയമപരമായ തെളിവാണ്, അതിവിടെ നിലനിൽക്കുകയാണ്. അതുമല്ല, ചെറുപ്പക്കാരെയും കുട്ടികളെയും അടിച്ചാക്ഷേപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും BJP പോയിട്ടില്ല. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്, ഇവിടെ സഹ പാനലിസ്റ്റ് ആയിട്ടുള്ള നീള സൂചിപ്പിച്ചു, യുവാക്കൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, അവര് വലിയ അരക്ഷിതാവസ്ഥയിലാണ്, അവർക്ക് തൊഴിലില്ല, അവർക്ക് വിദ്യാഭ്യാസമില്ല എന്ന് നിങ്ങൾ പറയുന്നു. നിങ്ങൾ ചിലപ്പോ കേരളത്തിലെ കോണ്ടെക്സ്റ്റ് നിന്നുകൊണ്ട് കാണുന്നത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. കേരളത്തിലെ യുവാക്കൾ ഫ്രസ്ട്രേറ്റഡ് ആണ്, കേരളത്തിലെ യുവാക്കൾ അരക്ഷിതാവസ്ഥ നേരിടുന്നുണ്ട്. അത് കേരളത്തിൽ LDF ഭരിച്ചപ്പോഴും കോൺഗ്രസ് ഭരിക്കുമ്പോഴും അത് നിലനിൽക്കുന്നുണ്ട്. അതാണ് നേരത്തെ അവതാരകൻ ഇടയിൽ സൂചിപ്പിച്ച PSC ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്കകത്ത് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ രാജ്യത്ത് 2019 മുതൽ 2025 വരെ കേരളത്തിനകത്ത് രാജ്യത്തിനകത്ത് 52 കോടി പുതിയ യുവ സംരംഭകർക്കാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ ബാക്കപ്പ് ഫണ്ടിംഗ് നടത്തുന്നത്. 52 കോടി യുവാക്കൾ, അതിൽ 68% പെൺകുട്ടികളാണ്, ചെറുപ്പക്കാരികളാണെന്നേ. ഞങ്ങൾ ഈ നാട്ടിലെ ചെറുപ്പത്തിന്, യുവാക്കൾക്ക് അവർക്ക് വളരാൻ, സ്വയം വളരാൻ, ഒരു ഗവൺമെന്റ് ജോലിയുടെ വാലിൽ തൂങ്ങി നടക്കാതെ സ്വയം വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും രാജ്യത്തുണ്ടാക്കുന്നുണ്ട്. അത് PM കൗശൽ യോജനയാണെങ്കിലും മറ്റ് പദ്ധതികളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ഞങ്ങൾ അതിനെല്ലാം വഴി തുറക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം പഠിക്കാതെ വെറുതെ പറയുന്ന സാഹചര്യം ഉണ്ടാകരുതെന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. ഒരു കാര്യം, കേരളത്തിലേക്ക് വന്നാൽ ഈ വാതോരാതെ ഈ പറയുന്ന CJP സമരം, ഡൽഹി സമരം, നീറ്റിനെതിരെയുള്ള സമരം എന്നൊക്കെ പറയുന്ന കേരളത്തിലെ നേതാക്കന്മാർ, കേരളത്തിലെ DYFIക്കാർ, കേരളത്തിലെ യൂത്ത് കോൺഗ്രസുകാർ, കേരളത്തിലെ KSUക്കാർ, കേരളത്തിലെ SFIക്കാർ, നിങ്ങളെന്താ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന് മുമ്പിൽ VD സതീശൻ മുഖ്യമന്ത്രി ഇരിക്കുന്ന നോർത്ത് ബ്ലോക്കിന്റെ ഇപ്പൊ നിങ്ങൾ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുന്നു എന്ന് പറയുന്ന സമരഗേറ്റിന്റെ ഇടതുവശത്ത് സമരം ചെയ്ത് 2 ദിവസം മുൻപ് മണ്ണ് വാരിത്തിന്ന്, അതിനൊരാഴ്ച മുമ്പ് തലമുണ്ടനം ചെയ്ത്, അതിനൊരാഴ്ച മുമ്പ് മുട്ടിലിഴഞ്ഞ്, അതിനൊരാഴ്ച മുമ്പ് സമരം തുടങ്ങിയപ്പോൾ ഉപ്പുകല്ലിലിരുന്ന് മുട്ടിൽ നിന്ന് ചോര ഒലിപ്പിച്ച കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥികളെ നിങ്ങൾ കാണാതെ പോയി. ഇവിടെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് 2026 പുതിയ മന്ത്രിസഭ വരുന്നതിന് മുമ്പുള്ള തിരഞ്ഞെടുപ്പിനകത്ത്, നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഒരാഴ്ചകൾക്ക് മുമ്പ് കേരളത്തിൽ നിന്നുള്ള DYFI നേതാവ് A റഹീം, നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിൽ ഓർമ്മിപ്പിക്കാം, ഈ സമരം അവസാനിപ്പിച്ചതാണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ടെട്രാ പാക്കിൽ നാരങ്ങ വെള്ളവുമായി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം പരിഹരിച്ചു തരാം, എന്ത് ചർച്ചയാണ് നടത്തുന്നത്? നമുക്കറിയാം, ഈ CJP സമരത്തില് കേന്ദ്രമന്ത്രിമാർ നേരിട്ടെത്തിയാണ് സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തിയത്. അങ്ങനെ ഒരു ചർച്ച നടത്താൻ കേരളത്തിലെ എത്ര മന്ത്രിമാർ തയ്യാറാകുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ തയ്യാറാകുന്നുണ്ട്? സമയത്തിന്റെ ഒരു പരിമിതി മൂലം താങ്കൾ സ്വാഭാവികമായും മറുപടി കാണണമല്ലോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.